ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, എല്ലാവർക്കും മിസ്റ്റർ നന്ദു ടെക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ പറയാൻ വന്നിരിക്കുന്നത് ഐഫോണിൽ വരാൻ പോകുന്ന 7 മാറ്റങ്ങളെ കുറിച്ചിട്ട്. അതായത് ഐഫോൺ നിങ്ങൾ പ്രോസസ്സർ കാര്യങ്ങളെല്ലാം കുറിച്ചിട്ടല്ല, അതായത് ഐഫോൺ എടുക്കുമ്പോൾ അതിൻ്റെ ബോഡി അതേപോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം, അതായത് അതിന് വരാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. പ്രോസസ്സറല്ല, 7 മാറ്റങ്ങളാണ്. സോ നിങ്ങൾക്ക് അറിയുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇതേമാതിരി ടെക്നോളജി വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺ അമർത്തിയാൽ മാത്രമാണ് ഞാൻ അടുത്ത പ്രാവശ്യം വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ലെറ്റ്സ് ഗോ. Easy, come on, okay. ഓക്കെ ഫ്രണ്ട്സ്, ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം. അതായത് ഐഫോണിൽ വരാൻ പോകുന്ന മാറ്റങ്ങളിലെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ ഒന്നാമത്തത് നമ്മുടെ എഡ്ജ് ഇതാണ്, അതായത് സൈഡ് ഭാഗം, അതായത് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈൻ ഷാർപ്പായിരിക്കും. അതായത് ഒരു മൊബൈൽ എടുത്ത് നോക്കിയാൽ ആ മൊബൈൽ ഷാർപ്പായിട്ടാണ് ഉണ്ടാവുക. പക്ഷെ ഇപ്രാവശ്യം ഷാർപ്പല്ല വരുന്നത്. അതിന് പകരം എഡ്ജ് എല്ലാം റൗണ്ട് ഉണ്ട മാതിരി ആയിട്ട്, അതായത് റൗണ്ട് ആയിട്ട്, അതായത് കേർവ്ഡ് ഡിസ്പ്ലേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതേമാതിരി സൈഡ് എല്ലാം നോർമലി, അതായത് നമ്മുടെ സാംസങ്ങിന്റെ പണ്ടത്തെ മൊബൈലിന്റെ മാതിരി സൈഡ് ഒരു ഈ ഇമേജിൽ കാണുന്ന മാതിരി സൈഡ് ആ ഭാഗം അങ്ങനെ ആയിട്ട് ഉണ്ടാവും. സോ അതാണ് ഡിസൈനിൽ വരുന്നത്. പിടിക്കാൻ, അതായത് പിടിച്ച് നോക്കുമ്പോൾ, അതായത് അത് വാങ്ങി യൂസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിന് എന്താണ് ആ ഒരു ഫീല് കിട്ടുന്നത്. ഇൻ ഹാൻഡ് ഫീലെല്ലാം നല്ലോണം മാറ്റിയിട്ടുണ്ട് അവർ. സോ ഇനി രണ്ടാമത്തെ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മ്യൂട്ട് സ്വിച്ചാണ്. അതായത് മ്യൂട്ട് സ്വിച്ച് മാറ്റിയിട്ട് നമ്മുടെ സാംസങ് അല്ല, നമ്മുടെ ഈ വാച്ച് അൾട്ര, ആപ്പിൾ വാച്ച് അൾട്രയിലെല്ലാം വെച്ച് ആക്ഷൻ ബട്ടൺ വെക്കുകയാണ്. ഇത് എന്തോ ഒരു നല്ല കാര്യമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് മ്യൂട്ട് സ്വിച്ച് പലപ്പോഴും എൻ്റെ ചങ്ങായിമാരെല്ലാം പറയുന്നുണ്ട്, പ്രൊജക്ട് എഞ്ചിനീയർമാരായ ഖത്തറിൽ പണിയെടുക്കുന്നില്ല, അവർക്ക് ഇമ്പോർട്ടൻ്റ് കോൾസ് എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് വെച്ച് കഴിഞ്ഞാൽ ഇതേമാതിരി എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് മ്യൂട്ടായി പോകും. അതായത് നമ്മളെ ഓർമ്മ അറിയാതെ തെറ്റിയിട്ട് ഓട്ടോമാറ്റിക്കലായിട്ട് മ്യൂട്ടായി പോകും. അങ്ങനത്തെ ബുദ്ധിമുട്ടെല്ലാം ഉണ്ട് എന്ന് പറയുന്ന കേൾക്കാം. അതുകൊണ്ട് ഇത് എന്തോ ഒരു നല്ല മാറ്റമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മ്യൂട്ട് സ്വിച്ച് മാറ്റി ആക്ഷൻ ബട്ടൺ വരും എന്നാണ്. കാരണം അതിൻ്റെ കുറേ കവറെല്ലാം ലീക്കായി റിലീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ കവറിൻ്റെ എല്ലാം ഫോട്ടോസ് എല്ലാം കണ്ടിട്ടുണ്ട്. സോ എന്തായാലും ഇതൊരു നല്ല മാറ്റമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മുടെ മൂന്നാമത്തെ ഒരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ നല്ലൊരു മാറ്റമാണ്. അത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂന്നാമത്തെ മാറ്റമാണ് ഒപ്റ്റിക്കൽ സൂം 5 to 6x വരെയാണ് വെച്ചിരിക്കുന്നത്. സോ സ്വാഭാവികമായി ആപ്പിൾ ഫാൻസിന് ആൾക്കാരെ കുറ്റം പറയാൻ തുടങ്ങും. കാരണം ഇവിടെ 10x സൂം വരെ കൊണ്ടുവന്നു സാംസങ് ഗാലക്സി അൾട്ര. പിന്നെയല്ലേ ഈ ഒരു ആപ്പിൾ ഇപ്പോൾ 6x സൂമേ കൊണ്ടുവന്നിട്ടുള്ളൂ. അത് എന്നാലും ആപ്പിൾ ഫാൻസ് ബോയിനെ സംബന്ധിച്ച് അടുത്തോളം ഇതൊരു നല്ല കാര്യം തന്നെയാണ്. സോ ഇനി നെക്സ്റ്റ്, അതായത് 6x വരെയാണ് സൂം ചെയ്തിരിക്കുന്നത്. പെരിസ്കോപ്പ് ലെൻസ് ആണ് വെക്കാൻ പോകുന്നത്. ഇതെന്തോ ഒരു നല്ല മാറ്റം തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ തോന്നുന്നത്. സോ ഇനി അടുത്ത മാറ്റം, നാലാമത്തെ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈനാമിക് ഐലാൻഡാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഈ 14 Pro ഇറങ്ങിയ സമയത്ത് ഐഫോൺ 14ലും 14 പ്ലസിലൊന്നും ഡൈനാമിക് ഐലാൻഡ് ഉണ്ടായിരുന്നില്ല. സോ ഇനി ഇപ്പൊ അത് മാറി ഐഫോൺ 15 സീരീസിലെ ആദ്യത്തെ തൊട്ട് ലാസ്റ്റ് വരെ പ്രോ മാക്സ് വരെ ഡൈനാമിക് ഐലാൻഡ് ഉണ്ടാവും. എന്തോ ഒരു നല്ലൊരു ബെറ്റർ ആയ ഒരു ചേഞ്ച് ആയിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇത് എനിക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തതാണ് ഡൈനാമിക് ഐലാൻഡ്. സോ എന്നാലും ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു നല്ല ന്യൂസ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഡൈനാമിക് ഐലാൻഡ് ഇനി എല്ലാ സീരീസിലും കിട്ടും, ഐഫോൺ 15 സീരീസിൽ. സോ ഇനി നെക്സ്റ്റ്, അതായത് അഞ്ചാമത്തെ ഒരു ഡിഫറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വരുന്നത് ടൈപ്പ് സി പോർട്ട് ആക്കാൻ പോവാണ്. USB ടൈപ്പ് സി പോർട്ട് ആക്കാൻ പോവാണ്. സോ ഞാനിത് കേട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രതാപ് GT എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ അവർ പറയുന്നുണ്ടായിരുന്നു. സോ തണ്ടർ ബോൾട്ട് അങ്ങനെ എന്തോ, അതായത് വില കൂടിയ USB ടൈപ്പ് സിയിലത്തെ സംഭവമാണ് വെക്കാൻ പോകുന്നത്. വില കൂടിയ പൈസ ഉള്ളതിൽ വില കൂടിയ അത്രയും ഫാസ്റ്റസ്റ്റ് ആയ USB ടൈപ്പ് സി ആണ് വെക്കാൻ പോകുന്നത്.
5 അങ്ങനെ എന്തോ ആണ് അവർ പറയുന്നത് കേട്ടത്. സോ അതാണ് അവർ വെക്കാൻ പോകുന്നത്. വില കൂടിയ ഫോണുകളിൽ മാത്രം, വില കുറഞ്ഞതിൽ അതിലും താഴെയുള്ളത് മാത്രമാണ്. എന്നാലും ഇതൊരു നല്ല ചേഞ്ച് തന്നെയാണ്. പക്ഷേ ഇത് നന്മമളമായതുകൊണ്ട് മാത്രമല്ല അവർ മാറ്റിയത്. സോ കാലക്കേട് കൊണ്ട് അവർക്ക് മാറ്റിപ്പോയത്. കാരണം അവർ ഈ ഒരു എന്താ പറയാ, ആ ഒരു ഇത് അതങ്ങനെ ചെയ്തിരിക്കണം എന്നുള്ള ആ ഒരു തീരുമാനം കാരണം കൊണ്ട് അങ്ങനെ ചെയ്തു പോകുന്നതാ. ഇനി ലാസ്റ്റ് 10, അതായത് 6ാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് നിങ്ങൾക്ക് അറിയായിരിക്കാം സൈഡിലെല്ലാം ഹൊറിസോൺ ഗ്ലാസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതായത് വെച്ച് കഴിഞ്ഞാൽ ചില നമ്മളെ സീരീസിലൊന്നും ഗ്ലാസ് ബോഡി ഉണ്ടാവാറില്ല. നിങ്ങൾക്ക് അറിയായിരിക്കും ചില ഇതിൽ ഗ്ലാസ് ബോഡി ഉണ്ടാവാറില്ല. പക്ഷെ ഇപ്രാവശ്യം ഇറങ്ങുന്ന എല്ലാ ഐഫോണുകളിലും ഗ്ലാസ് ബോഡി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഹൊറിസോൺ ഗ്ലാസ് ഫ്രണ്ട്സ്, അതായത് എല്ലാ സീരീസിലും ഐഫോണിൽ ഇറങ്ങുന്ന എല്ലാ സീരീസുകളും മാറ്റ് ഫിനിഷ് ആയിരിക്കും, ഗ്ലാസ് ആയിരിക്കും ഉണ്ടാവുക. 15 പ്രോന് 15 പ്രോ മാക്സിന് അങ്ങനെയില്ല. സോ ഇനി ഇറങ്ങുന്ന ഐഫോൺ 15 സീരീസിലെ എല്ലാത്തിനും ഗ്ലാസ് ബോഡി ബാക്ക് പാനലാണ് വരിക. സോ മുമ്പെല്ലാം അങ്ങനെ ആയിരുന്നില്ല. സോ ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആണ്. സോ ഐഫോൺ 15 പ്രോയിൽ നിങ്ങൾക്ക് അറിയായിരിക്കാം സ്റ്റീൽലെസ് ബോഡിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. സ്റ്റീലൻസ്, പക്ഷെ ഇത് മാറ്റിയിട്ട് ടൈറ്റാനിയം ബോഡി വരാൻ പോവുകയാണ്. നിങ്ങൾക്ക് അറിയായിരിക്കാം ഐഫോണിൽ 14 പ്രോ മുമ്പത്തെ സീരീസിലെല്ലാം ടൈറ്റാനിയം ഉണ്ടായിട്ടില്ല. ഇത് പോയിട്ട് ടൈറ്റാനിയം സീരീസ് ഇറക്കാൻ പോവുകയാണ്. പക്ഷെ വില കൂടുന്ന ഉറപ്പാണ്, 100% നമുക്ക് ഉറപ്പാണ്. ടൈറ്റാനിയം ബോഡി വെക്കുന്ന സമയത്ത് ഒരുപാട് കാശ് ചെലവാകുമെന്ന്. അതുകൊണ്ട് തന്നെ ഐഫോണിന് ഇനി ഇറങ്ങാൻ പോകുന്ന ഐഫോണിന് നല്ല പൈസ ഉണ്ടാവും. സോ ഐഫോൺ 15 സീരീസിൽ, സോ ഓൾ സീരീസിലും ഈ ടൈറ്റാനിയം വെക്കുന്നുണ്ട്. സോ ഇത്ര 7 മാറ്റങ്ങളും കൊണ്ടാണ് നമ്മുടെ ഐഫോൺ റിലീസ് ചെയ്യാൻ പോകുന്നത്. സോ എന്തായാലും കാത്തിരിക്കാം. ജൂലൈയെല്ലാം ആകുമ്പോൾ നമ്മുടെ ഐഫോൺ 15 പ്രോ റിലീസ് ആവുമെന്ന് നമ്മൾ പറയുന്നുണ്ട്. സോ റൂമേഴ്സ് ആണ് ഈ ഒരു വിവരമെല്ലാം ലീക്ക് ആക്കിയിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഈ വിവരം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിലും കൂടിയും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോയിൽ നമ്മൾ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ യുവർ ഫ്രണ്ട് മിസ്റ്റർ നന്ദു ടെക് സൈനിങ് ഔട്ട്. ഗുഡ് ബൈ.